വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദശാംശ സംഖ്യകളെ നമുക്ക് വാല്യൂ കാണാനായിട്ട് കേട്ടോ, ദശാംശ സംഖ്യകളെ ഫ്രാക്ഷണൽ രൂപത്തിൽ എഴുതിയിട്ട്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. വരാനിരിക്കുന്ന കേറ്റിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന് പറയുന്ന പോർഷനിൽ നിന്നുമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലതവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്, നിങ്ങൾക്കറിയാം, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ആണിത്. 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഭിന്നസംഖ്യകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മിശ്രഭിന്ന സംഖ്യകൾ ഉണ്ട് അല്ലെ. മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണിത്? ഈ തരത്തിലുള്ള സംഖ്യകളാ, ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യയും ചേർന്ന് വരുന്നത്. അതാണ് എന്ത്? മിശ്രഭിന്നം എന്ന് പറയുന്നത്. സോ ഇവിടെ തന്നിട്ടുള്ളത് മിശ്രഭിന്നങ്ങളാണ് കേട്ടോ. 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. ഈ മിശ്രഭിന്നത്തെ നമ്മൾ ഒന്ന് മാറ്റണം വിഷമ ഭിന്നത്തിലേക്ക്. അതെങ്ങനെയാ? 2 × 2 4, 4 + 1 5, 5/2 സ്ക്വയർ മൈനസ് 2 + 1 3/2 സ്ക്വയർ. ഓക്കെ, ഈ രീതിയിൽ. ഇപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 സ്ക്വയർ 25/4 മൈനസ് 3 സ്ക്വയർ 9/4, പിന്നീട് 25 മൈനസ് 9, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്ന് അറിയാമല്ലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 5/2 ബിയുടെ സ്ഥാനത്ത് 3/2 ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5/2 പ്ലസ് 3/2 ഇൻറ്റു 5/2 മൈനസ് 3/2. ഇനി ഇവിടെ നോക്കൂ, ഛേദം തുല്യമായാൽ അംശങ്ങൾ തമ്മിൽ കൂട്ടാം. അപ്പോൾ ഇവിടെ 8/2 എന്ന് വരും. ഇൻറ്റു ഇവിടെയും ഛേദങ്ങൾ തുല്യമാണ്, അപ്പോൾ അംശങ്ങൾ കുറയ്ക്കാം. 5 മൈനസ് 3 2/2. ഈ 2 കട്ട് ചെയ്യാം. 2 8 4 തവണ പോകും. ആൻസർ വരും 4. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? സോ ഇവിടെ നിന്ന് നോക്കുക, ഈ 5/2 സ്ക്വയർ മൈനസ് 3/2 സ്ക്വയർ, അവിടെ നമ്മൾ എന്താ ചെയ്തത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് ചെയ്തത്. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതല്ലാതെയും ഇതിന് ആൻസർ കാണാം, ഈ രീതിയിലും നമുക്ക് കാണാം. ഇതാവുമ്പോൾ നമുക്ക് ഇവിടെ സ്ക്വയർ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ചുമ്മാ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ 4 ആണ് ഇവിടെ ആൻസർ. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടാണ്. ദശാംശ സംഖ്യകളിൽ വരുന്നത് റൂട്ട് ഓഫ് 0.1111 എക്സെട്ര ഇൻറ്റു 0.4444 എക്സെട്ര എന്നതിന് തുല്യമായത് ഏത്? 4/81, 0.444 എക്സെട്ര, 0.222 എക്സെട്ര, 4/9. ഇതാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കി നോക്കാം. ഇതിനു മുൻപേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് 1/9 എന്ന് വെച്ചാൽ 0.1111 എക്സെട്ര എന്ന് പോകും. അതായത് ഛേദത്തിൽ 9 വന്നു കഴിഞ്ഞാൽ അംശം റിപ്പീറ്റഡ് ആയിട്ട് പോകും. അതേപോലെ 2/9 എന്ന് വെച്ചാൽ 0.222 എക്സെട്ര. 3/9 എന്ന് വെച്ചാൽ 0.333 എക്സെട്ര. 4/9 എന്ന് വെച്ചാൽ 0.444 എക്സെട്ര എന്ന് അങ്ങനെ പോകുമ്പോൾ അതും കൂടെ ഒന്ന് എഴുതാം അല്ലെ. 4/9 എന്ന് വെച്ചാൽ 0.444 എക്സെട്ര. ഓക്കെ അല്ലേ? യെസ്. അപ്പോ നമുക്ക് ഈ തന്നിരിക്കുന്ന 0.111 എക്സെട്ര എന്നുള്ളവിടെ നമുക്കിനി 1/9 എന്ന് എഴുതുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഇല്ല. അതേപോലെ 0.444 എക്സെട്ര എന്നുള്ളവിടെ നമുക്ക് എന്തും കൂടെ കൊടുക്കാം, 4/9 എന്നും കൊടുക്കാം. സോ ഇത് എന്തായിട്ട് മാറും? റൂട്ട് ഓഫ്. ശ്രദ്ധിക്കുക, 0.111 എക്സെട്ര എന്നുള്ളവിടെ 1/9 ഇൻറ്റു 0.444 എക്സെട്ര എന്നുള്ളവിടെ 4/9 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സംഖ്യയുടെ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ 9 വന്നാൽ അംശം റിപ്പീറ്റഡ് ആയിട്ട് പോകും. ഓക്കെ, അംശം റിപ്പീറ്റഡ് ആയിട്ട് പോകും.
സോ ഇനി ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 1 × 4 4 ഡിവൈഡഡ് ബൈ 9 × 9 81 അല്ലെ. റൂട്ട് ഓഫ് 4/81. ഇതിനെ റൂട്ട് 4/√81 എന്നാക്കാം. റൂട്ട് 4 2 റൂട്ട് 81 9 2a/9 ആണ് നമുക്കിപ്പൊ കിട്ടിയിരിക്കുന്ന ആൻസർ. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. 2a/9 നിങ്ങളുടെ ഓപ്ഷനിൽ കാണാൻ കഴിയുന്നുണ്ടോ? 2a/9 ഇല്ലല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 2a/9 എന്ന് വെച്ചാൽ എന്താണ്? 0.222 എക്സെട്ര എന്നുള്ളതാണ്. ഓക്കെ, 2a/9 എന്ന് വെച്ചാൽ 0.2222 എക്സെട്ര, ദശാംശ സംഖ്യ അല്ലെ. 2a/9 ദശാംശ രൂപം എന്ന് പറയുന്നത് 0.222 എക്സെട്ര ആണ്. അത് ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ, ഓപ്ഷൻ സി. കണ്ടോ എത്ര എളുപ്പമായിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്. ജസ്റ്റ് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്, ആദ്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇവിടെ 1/9 ഒരു ഛേദത്തിൽ അല്ലെ, ഒരു ഭിന്നസംഖ്യയുടെ ഛേദത്തിൽ 9 വരികയാണെങ്കിൽ മുകളിലെ സംഖ്യ എന്തായി പോകുന്നു? റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നു. അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യം റൂട്ട് ഓഫ് 0.111 എക്സെട്ര ഇൻറ്റു 0.444 എക്സെട്ര എന്നുള്ളതിനെ നമ്മൾ ഭിന്നസംഖ്യയാക്കി എഴുതുകയാണ്. ഓക്കെ, അപ്പൊ 0.111 എക്സെട്ര എന്നുള്ളവിടെ 1/9 ഇൻറ്റു 0.444 എക്സെട്ര എന്നുള്ളവിടെ 4/9. ഓക്കെ അല്ലേ. ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ 4/81 എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് 4/√81 2a/9. ഓക്കെ, ഇനി 2a/9 എന്ന് വെച്ചാൽ 0.222 എക്സെട്ര. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3a/1000 എത്രയാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, നോക്കാം. 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3/1000. ഓക്കെ, 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3a/1000. നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് ഗുണിക്കാം. 30 അല്ലേ. ഇവിടെ 5 പ്ലസ് 8/10 എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ദശാംശ സംഖ്യ ആയിട്ട് എഴുതാം. താഴെ 10 ആണ് അല്ലേ. ഒരു 0 ഉള്ളത്. അപ്പൊ മുകളിൽ ഒരു സ്ഥാനം മുന്നോട്ട് നീക്കി ഒരു പോയിന്റ് ഇട്ടാൽ മതി. 0.8 എന്നാവും. അടുത്തതായിട്ട് വരുമ്പോ ഇവിടെ 3 0 ഉള്ളത്. അപ്പൊ മുകളില് 3 സ്ഥാനം മുന്നോട്ട് നീക്കി പോയിന്റ് ഇടണം. 0.003. ഓക്കെ, 30 5 0.8 0.003. ഇനി ഇവരെ നമ്മൾ ഒന്ന് ആഡ് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഇവരെ ആഡ് ചെയ്യുക? പൂർണ്ണസംഖ്യ കഴിഞ്ഞ് നിങ്ങൾ 3 0 ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇവിടെ 5 ആണ്. 5 കഴിഞ്ഞ് 3 0 ഇട്ട് കൊടുക്കാം. ദെൻ 0.8 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ ആദ്യ സംഖ്യ 8 ആണ്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ 0 ഇടാം, അതിൽ വ്യത്യാസമൊന്നും വരില്ല. ദെൻ 0.003 ഇങ്ങനെ വേണം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് എഴുതാനായിട്ട്. ഓക്കെ, ഇനി ഇതങ്ങ് കൂട്ടിയാൽ മതി. 5 3 സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും? 35.803 35.803 എല്ലാം നോക്കൂ. 83.083 എന്നൊക്കെയാ തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ 35.803 എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സ്ഥാനങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ പൂർണ്ണസംഖ്യയും ദശാംശ സംഖ്യയും ആഡ് ചെയ്യുമ്പോൾ ദശാംശത്തിന്റെ ശേഷം കൃത്യമായി ഈ അക്കങ്ങളെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഛേദത്തിൽ 10 ആണ്. അപ്പോൾ താഴെ ഒരു 0 ആണെങ്കിൽ ഒരു സ്ഥാനം മുന്നോട്ട് നീക്കി പോയിന്റ് ഇടാം. ഇനി ഇവിടെ താഴെ 3 0 ആണുള്ളത്. അപ്പൊ 3 സ്ഥാനം മുന്നോട്ട് വരുമ്പോൾ 0.003 എന്നാവും. സോ ഇതിന്റെ ആൻസർ 35.803. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 4 ആൾക്കാരെ ഇവിടെ തന്നിട്ടുണ്ട്. അതിലെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 16/10 ആണ്. ഓക്കെ, നമുക്ക് 16/10 ഒന്ന് ദശാംശ സംഖ്യയാക്കി എഴുതിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. 1 3/5 എന്നുള്ളതാണ്
അടുത്ത ഓപ്ഷൻ വരുന്നത് കേട്ടോ 1/3/5. ഇത് എന്ത് ഭിന്നമാണ്? മിശ്ര ഭിന്നമാണ്. ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യ ഉണ്ടെങ്കിൽ അതെന്താ? മിശ്ര ഭിന്നമാണ്. അപ്പോൾ ഇവിടെ 5 5 5 3 8/5 അല്ലേ? 8/5 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 10 ഒന്നെങ്കിൽ 16/10 നമുക്കൊന്ന് ചെറുതാക്കാം. എന്താക്കാം? 8/5 എന്ന് വരില്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 കൊണ്ട് ഡിവൈഡ്, ഈ 5 10, സോറി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ I2 10 N2 16 8/5 എന്നായി അല്ലെ? അപ്പൊ ഓപ്ഷൻ എനെയും നമുക്ക് 8/5 ആക്കാം, ഓപ്ഷൻ ബിനെയും നമുക്ക് 8/5 ആക്കാം. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, ഓപ്ഷൻ ഡി ഓൾറെഡി തന്നിട്ടുള്ളത് 8/5 ആണ്. അപ്പൊ ആരാണ് അവിടെ ഒറ്റയാനായി നിൽക്കുന്നത്? കൂട്ടത്തിൽ പെടാതെ നിൽക്കുന്നത് തിരിച്ചിട്ടിട്ടുള്ള 5/8 ആണ് അല്ലെ? ബാക്കി മൂന്നും എന്താണ്? 8/5 ആണ്. 16/10 എന്ന് പറഞ്ഞാലും 8/5 ആണ്. 1/3/5 എന്ന് പറഞ്ഞാലും 8/5 ആണ്. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി നേരിട്ട് നമുക്ക് 8/5 തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മാറി ഒറ്റയ്ക്ക് നിൽക്കുന്നത്, കൂട്ടത്തിൽ പെടാതെ നിൽക്കുന്നത് ആരാണ്? 5/8 ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് 0.232323 എക്സെട്ര എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ റെക്കറിംഗ് ഡെസിമൽ ആണ്. കണ്ടോ? ഈ 2 3 2 3 എന്നിങ്ങനെ എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയാം. ഓക്കെ, പോയിന്റിന് ശേഷം 2 3 എന്ന സംഖ്യ റിപ്പീറ്റഡ് ആയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകമാണ് നിങ്ങൾ എഴുതേണ്ടത്, ഭിന്നസംഖ്യയാണ് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചു 1/9 എന്ന് എഴുതുമ്പോൾ മുകളിലുള്ള അംശം റിപ്പീറ്റഡ് ആയിട്ട് പോകും. ഇവിടെ പക്ഷെ മുകളിൽ 2 സംഖ്യകളാണ് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നത്. പഠിച്ചു വെച്ചോളൂ, ഇത്തരത്തിൽ 2 സംഖ്യകൾ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഇങ്ങനെ എടുത്താൽ 23 23 23 അങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സോ ഇതിനെ നമുക്ക് 23/99 എന്ന് എഴുതാം. എങ്ങനെയാണ്? 23/99. 2 സംഖ്യകൾ റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് താഴെ നമ്മൾ എഴുതിയത് 99 എന്ന് എഴുതിയത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ റെക്കറിംഗ് ഡെസിമലില് പോയിന്റിന് ശേഷം 2 സംഖ്യകൾ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സംഖ്യ ബൈ 99. ഇവിടെ 2 ആയതുകൊണ്ടാണ് ഇവിടെ 2 വന്നത്. ഇപ്പൊ 231 231 എന്നാണ് പോണതെങ്കിൽ 231/999 ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ നോക്കൂ, 4/9 അല്ലേ? അതിനകത്ത് ഇവിടെ ഇതിന്റെ കംപ്ലീറ്റ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടില്ലേ? കംപ്ലീറ്റ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2/3 എന്ന് എഴുതാം. ഇനി ഓപ്ഷൻ ബി നോക്കി കഴിയുമ്പോൾ റൂട്ട് ഓഫ് 36/49 അല്ലെ? റൂട്ട് ഓഫ് 36/49 എന്ന് വെച്ചാൽ 6/7 എന്ന് വരും. ശരിയല്ലേ? റൂട്ട് ഓഫ് 36 6ആണ്, റൂട്ട് 49 7ആണ്. ഇനി സി എടുക്കാം, റൂട്ട് ഓഫ് 16/25. നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 16 4ഉം റൂട്ട് 25 5ഉം കിട്ടും. ശരിയല്ലേ? എന്നാൽ റൂട്ട് ഓഫ് 125/625 നമുക്കറിയാം, റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് 25 ആണ്. എന്നാൽ റൂട്ട് ഓഫ് 125 എന്താ? അങ്ങനെ നമുക്ക് കൃത്യമായൊരു സംഖ്യ പറയാനായിട്ട് കഴിയില്ല അല്ലെ? പക്ഷെ ബാക്കി എല്ലാത്തിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റൂട്ട് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 125/625. ഓക്കെ അല്ലേ? 125/625. അടുത്ത ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദശാംശ സംഖ്യകളെ നമുക്ക് വാല്യൂ കാണാനായിട്ട് കേട്ടോ, ദശാംശ സംഖ്യകളെ ഫ്രാക്ഷണൽ രൂപത്തിൽ എഴുതിയിട്ട് അതിന്റെ ആൻസർ കാണാൻ ചോദിക്കുന്നത് എപ്പോഴും വരാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നോക്കാം നമുക്ക് ഇതിന്റെ വില എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന്. 0.12/0.3 ഇൻറ്റു 0.4/0.2 ഇൻറ്റു 0.6/0.4 വില എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സംഖ്യ ഒന്നെടുത്ത് താഴെ എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിങ്ങൾക്ക് 0.12, 0.4, 0.6, അതായത് പോയിന്റിന് ശേഷം മുകളിൽ എത്ര ഡിജിറ്റ് ഉണ്ട് എന്നൊന്ന് നോക്കുക. ഇവിടെ 1, 2, 3, 4 ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ആണ് ഉള്ളത്. എന്താ ഇപ്പൊ നമ്മൾ നോക്കിയത്? അംശത്തിൽ മുകളിൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് വരുന്നുണ്ട് എന്ന്. 1, 2, 3, 4. പിന്നീട് താഴെയും അതുപോലെ നോക്കുക. പോയിന്റിന് ശേഷം താഴെ 1, 2, 3 ഡിജിറ്റ് ആണ് താഴെ വരുന്നത്. ശരിയല്ലേ? ഛേദത്തില് പോയിന്റിന് ശേഷം 1, 2, 3 ഡിജിറ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോ അംശത്തില് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഛേദത്തിൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ഞാൻ താഴെയും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇവരെയൊക്കെ പോയിന്റ് ഇല്ലാതെ അങ്ങ് എടുത്തെഴുതാം. 12 ഗുണം 4 ഗുണം 6 ഡിവൈഡഡ് ബൈ 3 ഗുണം 2 ഗുണം 4. ഓക്കെ, പോയിന്റ് ഇല്ലാതെ അങ്ങ് എടുത്തെഴുതി. ഇനി എവിടെയാണോ കുറവ് നോക്കൂ, ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. എവിടെയാണ് കുറവുള്ളത്? ഛേദത്തിലല്ലേ കുറവുള്ളത്. എത്ര കുറവുണ്ട്? ഇവിടെ 4, ഇവിടെ 3, 1ന്റെ കുറവാണ് ഉള്ളത് അല്ലെ. അപ്പോ ഒരു 0 ഉള്ള സംഖ്യയെ ഈ കുറവുള്ള ഭാഗത്ത് അങ്ങ് എഴുതുക. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. മുകളിലെ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ്, താഴെ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്. എവിടെയാണ് കുറവ് എന്ന് നോക്കുക. കുറവ് താഴെയാണ്. എത്ര കുറവുണ്ട്? ഒരു ഡിജിറ്റിന്റെ കുറവാണുള്ളത് അല്ലെ. മുകളിൽ 4ഉം താഴെ 3 ആവുമ്പോൾ 1 ഡിജിറ്റിന്റെ കുറവാണ്. അപ്പോൾ 1 കുറവാണെങ്കിൽ ഒരു 0 ഉള്ള സംഖ്യയെ ആ കുറവുള്ളിടത്ത് എഴുതാം. കഴിഞ്ഞു. ഇനി ഇതങ്ങ് കട്ട് ചെയ്ത് ആൻസർ കണ്ടാൽ മാത്രം മതി. 3, 2, 6, 6. ഈ 4ഉം 4ഉം കട്ടായി. 12/10 ആൻസർ വരിക 1.2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? വളരെ ഈസി ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മുകളില് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക, അതൊരു സർക്കിളിൽ എഴുതുക. താഴെ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക, അതൊരു സർക്കിളിൽ എഴുതുക. എന്നിട്ട് പോയിന്റ് ഇല്ലാതെ നമ്മൾ സംഖ്യകൾ എഴുതി എവിടെയാണോ കുറവുള്ളത് ആ കുറവുള്ള സ്ഥലത്ത് എത്രയാണോ കുറവുള്ളത്, 1 ആണെങ്കിൽ 10 എഴുതണം, 2 ആണെങ്കിൽ 100 എഴുതണം, 3 ആണെങ്കിൽ 1000 എഴുതണം. ക്ലിയർ അല്ലേ? ബാക്കി ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് വരാം. ഓപ്ഷൻ സി 1.2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയേത്? 0.8. ഇത് നിങ്ങൾക്കറിയാലോ, ഇതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സിമ്പലാ. ഗ്രേറ്റർ ദാൻ. ഇത് ലെസ് ദാൻ സിമ്പിൾ ആണ്. ലെസ് ദാൻ അല്ലേ? അപ്പോ വലുതിലോട്ടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഒരു ചിഹ്നം നോക്കൂ, ഇത് വലുതിനോടാണ് ഓപ്പൺ ആയിട്ട് കിടക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക് 0.8, 0.5, 0.7 അല്ലെ. 0.813 ഉണ്ട്. അതുപോലെ തന്നെ 0.514 ഉണ്ട്. 0.733 ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ആ സിമ്പല് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ എഴുതാനായിട്ട് പറ്റും? ഇതിൽ ഏറ്റവും വലുത് ഏതാ? ഈ ആളാണ് ഏറ്റവും വലുത് അല്ലെ. അപ്പോ 0.813 ആദ്യം എഴുതാം അല്ലേ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ. അപ്പൊ ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇട്ടു. ഏതിനേക്കാൾ? തൊട്ട് താഴെയുള്ള ആളാരാണ്? 0.733. ശരിയല്ലേ? ഇനി അത് ആരേക്കാൾ വലുതാണ്? 0.514 വലുതാണ്. അപ്പൊ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0.514. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ സിമ്പൽ മാത്രം അറിഞ്ഞാൽ മതി. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം എപ്പോഴും വലിയ നമ്പറിലേക്കാണ് നോക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 0.813 0.733 വലുതാണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ സിമ്പൽ. ഇനി ഇത്
0.514 വലുതാണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. സോ ഈ ഒരു ഓപ്ഷൻ എവിടെയാ ഉള്ളത് നോക്കൂ. ഓപ്ഷൻ സി കണ്ടോ, 0.813 ഗ്രേറ്റർ ദാൻ 0.733 ഗ്രേറ്റർ ദാൻ 0.514. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1/4 വർഗം എത്ര? 1/4 വർഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു മിശ്ര ഭിന്നസംഖ്യ തന്നിട്ട് വർഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട്, സ്ക്വയർ അല്ലെ? വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. അതായത് 1/4 സ്ക്വയർ എന്താണ് എന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 1/4 നമ്മൾ എങ്ങനെ മാറ്റി എഴുതാ? 1 × 4 4, 4 + 1 5/4 അതിന്റെ സ്ക്വയർ. ഇത് 5 സ്ക്വയർ ബൈ 4 സ്ക്വയർ എന്നാവും. 5 സ്ക്വയർ 25, 4 സ്ക്വയർ 16. ആൻസർ ആയി ഓപ്ഷൻ ഡി 25/16. സോ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്, വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് കാണാം. 5 സ്ക്വയർ 25, 4 സ്ക്വയർ 16. അടുത്തത് വീണ്ടും നമ്മൾ തൊട്ട് മുൻപേ ചെയ്തതുപോലെ തന്നെ ദശാംശ സംഖ്യകൾ അല്ലെ, ഫ്രാക്ഷൻ അല്ലെ, ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 0.48 ഇൻറ്റു 5.6 ഇൻറ്റു 0.28 ഡിവൈഡഡ് ബൈ 3.2 ഇൻറ്റു 0.21 ഇൻറ്റു 0.14. ഇതാണ് തന്നിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെയും ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമാണ്, മുകളിൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4, 5. മുകളിൽ പോയിന്റിന് ശേഷം 5 ഡിജിറ്റ് ആണുള്ളത്. എത്രയാണ്? 5 ഡിജിറ്റ്. അതേപോലെ താഴെ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് നോക്കണം. 1, 2, 3, 4, 5. ഇവിടെയും എന്താണ്? 5 ഡിജിറ്റ് ആണുള്ളത്. നേരത്തെ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഇവിടെ കുറവുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ പരിപാടി വളരെ ഈസിയാണ്. ഇത്തരത്തിൽ മുകളിലും പോയിന്റിന് ശേഷം ഒരേ ഡെസിമൽ പോയിന്റ്സും താഴെയും പോയിന്റിന് ശേഷം ഒരേ ഡിജിറ്റുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഈ സംഖ്യയെ അതേപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. 32 ഇൻറ്റു 21 ഇൻറ്റു 14. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടും നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെയാണ്? ഇവിടുന്ന് 14 ഗുണം 2 28 അല്ലേ? അപ്പൊ ഇവിടെ 2 വരും. ഇനി ഈ 2ഉം ഇത് 16 എന്ന് വരും അല്ലേ? ഇനി ഇതിന് 3 കൊണ്ട് ഗുണിച്ച 3 16 48. ഇനി 7 ഇവിടെ 8 തവണ പോകും. സോ ആൻസർ 8 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇത് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് ഇതിനകത്ത് എന്തില്ല? പോയിന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാകും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഉറപ്പിക്കാനായിട്ട് കട്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്, മുകളിൽ എത്ര ഡിജിറ്റ് ഉണ്ട്, താഴെ എത്ര ഡിജിറ്റ് ഉണ്ട്. രണ്ടും സെയിം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ട? രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ആഡ് ചെയ്യാം. നേരത്തെ 10 നമ്മൾ കുറവുള്ള ഭാഗത്ത് ഇൻഡു ചെയ്തു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ വന്നാൽ അത് നിങ്ങൾക്ക് ലഡ്ഡു ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഭിന്നസംഖ്യയും ദശാംശ സംഖ്യയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും വരാനിരിക്കുന്ന കേറ്ററ്റ് എക്സാമിനായിട്ട്. സോ ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. നമുക്ക് പുതിയ ടോപ്പിക്കും ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.